പിന്നെ 98 ഡിസംബർ മാസം ആ ഒരു ക്രിസ്മസ് വെക്കേഷനോടനുബന്ധിച്ച് 2 സിനിമ ജയറാമിന്റെ ഇറങ്ങി. ഒന്ന് രാജസേനൻ ജയറാം ഹിറ്റ് കോമ്പോന്റെ സിനിമ കൊട്ടാരം വീട്ടിലെ അപ്പുട്ടൻ, പിന്നൊന്ന് തുളസീദാസിന്റെ സൂര്യപുത്രൻ. രണ്ടും നല്ല സിനിമകളാണ്, രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് സിനിമകളാണ്. അതില് സൂര്യപുത്രൻ സിനിമയിലെ പാട്ടുകൾ കുറച്ചുകൂടി നല്ല, എനിക്ക് കൂടുതൽ കൊട്ടാരം വീട്ട് അപ്പുട്ടനിലുണ്ട് നല്ല പാട്ടുകൾ, സൂര്യപുത്രന്റെ പാട്ടുകളാണ് നമ്മളൊന്ന് കൂടുതൽ കാണാൻ. അത് രണ്ടും നല്ല അസാധ്യ ഹ്യൂമർ രണ്ട് സിനിമയിലും ഉണ്ട്. പക്ഷെ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനായിരിക്കാം കുറച്ചും കൂടി അതിലൊരു ഫാമിലി, നമുക്ക് അതിന്റെ ഒരു കഥ. ഇപ്പൊ രാജസേന്റെ പല ഇന്റർവ്യൂസിന് രാജസേന പറയുന്നുണ്ട് അത് മോഹൻലാലൊക്കെ വന്നിരുന്നെങ്കിൽ വേറെ തരത്തിലാകുമായിരുന്നു. പക്ഷെ ജയറാമിന്റേതായ രീതിയിൽ ചെയ്തു. നല്ല രസമുള്ള ഒരു കഥയാണ്. അതില് ക്യാരക്ടർ ജഗദീഷ് ശ്രീകുമാറും കലാഭൻ മണിയും ഒക്കെ ആയിട്ടുള്ള ഗംഭീര പെർഫോമൻസ് തന്നെയാണ്. ഇപ്പുറത്ത് സൂര്യപുത്രനാണെങ്കിൽ ജയറാമിന്റെ ഒപ്പം ഇന്നസെന്റും അതുപോലെ തന്നെ ജഗദീഷും, ദിവ്യ ഉണ്ണി, നരേന്ദ്രപ്രസാദ്, ജയഭാരതി, കുറെ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അത് ഒരു തുടക്കമൊക്കെ ജഗതിയുടെ ഒക്കെ ഒരു ക്യാരക്ടറും കൽപ്പന വരുന്നതും എനിക്ക് ഇപ്പോഴും അല്ല സീനാണ്. അതിൽ കൽപ്പന വരുന്നതും ജഗതി ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് കുതിര ഓടിക്കുന്ന പോലെ ആ സീൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജഗതിയുടെ സീനൊക്കെ നല്ല രസമുള്ള സിനിമയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കൂടുതലൊന്ന് തിയേറ്ററിൽ വിജയിച്ചത് കൊട്ടാരം വീട്ടിലെ അപ്പുട്ടനാണ്. അത് കുറെ കാലം ആ ഒരു സിനിമ തിയേറ്ററിൽ ഓടിയിട്ടുണ്ടായിരുന്നു.